നമസ്കാരം പ്രശാന്ത് സർ. ഈ നമസ്കാരം. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയേറുകയാണ്. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ചായ്വുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന രണ്ട് നടിമാർ ഈ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് വനിതാ ദിനം പ്രമാണിച്ച്. എങ്ങനെ നോക്കിക്കാണുന്നു? വേറെ എന്തെങ്കിലും പണി വേണ്ടേ എന്റെ പൊന്നു ലക്ഷ്മി? ഒരു പണിയില്ലാതെ നിൽക്കുമ്പം ഏതെങ്കിലും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും കാര്യത്തിനകത്ത് ഇറങ്ങി വരുന്നത് ആശാ വർക്കർമാരുടെ സമരം. ആശാ വർക്കർമാരുടെ സമരത്തിനകത്ത് റീമ കല്ലിങ്കൽ വേറൊരു നടിയും കൂടെ വന്നിട്ടുണ്ടല്ലോ. അവരുടെ പേര് ദിവ്യപ്രഭ. ആ ദിവ്യപ്രഭ. ഇതിനെയൊന്നും കേട്ടിട്ട് പോലും ഇല്ല. കാരണം സ്വയം പ്രഖ്യാപിത നടികളാ. റീമ കല്ലിങ്കലിനെ പിന്നെ കേട്ടിട്ടുണ്ട്, പണ്ട് ഈ പറയുന്നത് പോലെ ഡ്രഗ് സിനിമയ്ക്കകത്ത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് പറയുന്ന സംവിധായകനും അല്ലെങ്കിൽ അതിനെ പ്രൊമോഷൻ കൊടുക്കുന്ന നടിയും ഒക്കെയാണെന്നൊക്കെ പറഞ്ഞ ഒരു ആക്ഷേപം വന്നിട്ടുള്ള സ്ത്രീയാണ്. അപ്പൊ ഇവരാണ് ഇതിനകത്ത് ഈ സ്ത്രീ സംഘടന ഉണ്ടാക്കിയത്, ഓർമ്മയില്ലേ? അത് അന്നും അതോടുകൂടി പണി പൂർണ്ണമായിട്ടും പോയി. അതിനുശേഷം ഈ ഇടയ്ക്ക് ഈ സിനിമയ്ക്കകത്ത് ഈ ഒരു റിപ്പോർട്ട് വന്നായിരുന്നു. റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് അങ്ങനെയൊക്കെ ആവണം, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് വെച്ചിട്ട് ഈ ഒരു മേഖലയെ തകർത്തുകൊണ്ട് അവരുടെ സ്വാധീനത്തിൽ വരുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമം, ആഷി കപൂറിന്റെ സ്വാധീനത്തിൽ. അപ്പൊ അതിനകത്ത് മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണെന്ന് രഹസ്യമായിട്ടിരുന്ന ആഷി കപൂറും ആ ടീമും പുറത്തു വന്നതോടു കൂടിയാണ് ആ പണിക്കകത്തുനിന്ന് അവർ വെളിയിൽ പോയത്. അതായത് അതിനെ ഏറ്റവും കൂടുതലായിട്ട് സഹായിച്ചത് സോഷ്യൽ മീഡിയ ആയിരുന്നു. കാരണം സിനിമയ്ക്കകത്ത് ഈ പറയുന്ന ലോകത്ത് ചില അജണ്ടകൾ ഉണ്ടല്ലോ, ആ അജണ്ടകൾ നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാള് അതിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ നിലവിലുള്ള സിനിമ ചില സ്വാധീന വലയത്തിൽ കൊണ്ടുപോകുന്നത്, അതായത് ഇസ്ലാമോഫോബിയ, ഇതിനെ ചുമ്മാ പറയുന്നത്, ആ ഇസ്ലാമോഫോബിയയുടെ സ്വാധീന വലയത്തിലേക്ക് സിനിമയെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിരുന്ന ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആൾക്കാർ ചിന്തിച്ച് അല്ലെങ്കിൽ ആരോപിച്ചു കൊണ്ടിരുന്ന ആളാണ് ആഷി കപൂർ. അതുപോലെ ഇതിനകത്ത് വളരെ കൂടുതലായിട്ട് ഈ പറയുന്ന പോലെ ഡ്രഗ് ഉപയോഗിക്കുന്നത്, ഒരു സിനിമയൊക്കെ എടുത്ത് ഓർമ്മയില്ല, ഡ്രഗ് ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ, അല്ലെ സിനിമാ മേഖലയിൽ ഡ്രഗിന്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് നിൽക്കുന്ന ഒരാളായിട്ട് പോലും ഇദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഇവരുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിൽ തന്നെ അതുണ്ട്. OPM എന്നാണെങ്കിൽ പോലും വായിക്കുമ്പോൾ നമുക്ക് അതിനെ OPM എന്ന് വായിക്കാം. അപ്പൊ പേരുണ്ട്. മാത്രമല്ല ഇവരുൾപ്പെടെ അതിന്റെ ഒരു പ്രൊമോട്ടർ ആയിട്ട് വരുന്ന രീതിയിൽ പല പിക്ചറുകള്, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ, സീർത്ത് വലിക്കുക, അങ്ങനെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതായത് നമ്മൾ ഈ ലോകത്തെ തകർക്കുന്നതിന് വേണ്ടി ഇപ്പൊ നിൽക്കുന്ന, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാമോഫോബിയയുടെയും അല്ലെങ്കിൽ അതിന്റെ പുറകിൽ നിൽക്കുന്ന മയക്കുമരുന്ന് ലോബിയുടെയും ഒക്കെ ആളാണെന്ന് അല്ലെങ്കിൽ ആളാണെന്ന് തോന്നിക്കത്ത രീതിയിലുള്ള പ്രവർത്തനം, സിനിമാ മേഖലയിലുള്ള പ്രവർത്തനം, വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തനം, ചില ന്യായീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം, ഇതിനെല്ലാം ആൾക്കാർക്ക് സംശയം തോന്നാത്ത രീതിയിൽ ചില സംഘടനകൾ, ചില പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്ന പ്രൊഡ്യൂസേഴ്സ്, സംവിധായകന്മാരുടെ അസോസിയേഷനകത്ത് കുഴപ്പമാണ്. തിരക്കി ചെല്ലുമ്പോ ഇയാളാ കുഴപ്പം, ഇയാളാ പ്രശ്നം, ഇയാളാ അല്ലെങ്കിൽ പണം കൊടുക്കാനുള്ള, ഇയാളാണ് ഈ പറയുന്ന നിയമങ്ങളൊക്കെ തെറ്റിക്കുന്നത്. സിനിമയ്ക്കകത്ത് കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. സിനിമ എങ്ങനെ പോകണം, അല്ല സിനിമ കലയല്ലേ, ഒരു കല സമൂഹത്തെ ഉദ്ധരിക്കേണ്ടതല്ലേ. സിനിമ കാണുന്ന ആരൊക്കെയാ? പ്രായമുള്ളവർ കാണുന്ന വളരെ കുറവാണ്, കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറുപ്പക്കാരുമാണ്. ആ ചെറുപ്പക്കാരെ ആരാണ് മയക്കുമരുന്നിന് അടിമയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെങ്കിലും മയക്കുമരുന്നിന് അനുകൂലമായിട്ട് സിനിമ എടുത്ത ചെറുപ്പക്കാരെ മയക്കുമരുന്നിന് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പാകിസ്ഥാനാ, അഫ്ഗാനിസ്ഥാനാ. അവരെന്തിനാ അങ്ങനെ ശ്രമിക്കുന്നത്? 68% വരുന്ന ജനത ഇന്ന് ഇന്ത്യയിലുള്ളത് ചെറുപ്പക്കാരാണെന്ന് അറിയില്ല. 68 അല്ലെങ്കിൽ 50 പുറത്ത്, അല്ലെങ്കിൽ 40 പുറത്ത്. ജപ്പാനിലെ അവസ്ഥ എന്താണെന്നറിയാമോ? ചെറുപ്പക്കാരില്ലാത്ത അവസ്ഥ, ആ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുക. ചെറുപ്പക്കാരുടെ മാൻ പവർ ആ രാജ്യത്തിന് ഉതകുന്ന രീതിയിലേക്ക് വന്നാൽ ആ രാജ്യത്തിന്റെ പുരോഗതി എവിടെ പോകും? ചൈനയൊക്കെ ഡെവലപ്പ് ആകുന്ന പറഞ്ഞാൽ കൃത്യമായിട്ട് ഓരോരുത്തന്റെ മാൻ പവറും ആ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രാജ്യമായതുകൊണ്ടല്ലേ ആ രാജ്യത്തിനെ വളർന്നത്. ഇവിടുത്തെ ചെറുപ്പക്കാരന്റെ കർമ്മശേഷി അല്ലെങ്കിൽ ക്രിയാശേഷി, അവന്റെ കഴിവുകൾ ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വന്നാൽ ഈ രാജ്യത്തിന്റെ പോക്കവിടാ. നമ്മൾ പറയല്ലോ 140 കോടി ജനമുണ്ട്, 140 കോടി ജനമുണ്ടെങ്കിൽ അതൊരു അസറ്റ് അല്ലേ. അപ്പൊ അവനെ വൃത്തികെട്ട ലൈനിൽ കൊണ്ടുപോകണം, അവനെ മയക്കുമരുന്നിന് അമ്മയാക്കണം, അവൻ ഈ രാജ്യത്തിന് ബാധ്യതയാവണം, അവൻ കുടുംബത്തിന് ബാധ്യതയാവണം, അവന് ബാധ്യമാകണം. അതിന് പ്രൊമോഷൻ കൊടുക്കുന്ന ആൾക്കാരെ ഇപ്പൊ ഇവര്. അതുകൊണ്ട് ഇവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ നമ്മൾ ഈ പറഞ്ഞ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്ന സിനിമയുടെ, എന്റെ പേര് ഞാൻ നോക്കും, ഹേമ കമ്മീഷൻ. ഹേമ കമ്മീഷൻ. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വഷളാക്കിയാരാ?
ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മര്യാദയ്ക്ക് ഒരു ഫുള്ളങ്ങ് മര്യാദയാണല്ലേ, എന്നാലും ഇവരെക്കാട്ടിലൊക്കെ മര്യാദയ്ക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ അത് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ രൂപത്തിലായാലും മോഹൻലാലിന്റെ രൂപത്തിലായാലും അതിനകത്ത് മര്യാദയ്ക്ക് പൊക്കോണ്ടിരിക്കുന്ന സിനിമ, അതൊന്നും മര്യാദയല്ല. അത് പൊളിച്ചിട്ട് ഇവരുടെ കയ്യിലേക്ക് ആക്കണമെന്ന് മട്ടാഞ്ചേരി മാഫിയ വിചാരിക്കുന്നതിന് ആദ്യം നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ ആഷിഖ് അബുവും അല്ലെങ്കിൽ റീമാ കല്ലിങ്കലും. അതുകൊണ്ട് എന്താ ഇത് മനസ്സിലാക്കി കൊടുത്തു, ഈ പറയുന്ന മീഡിയകൾ ഇടപെട്ടു, ഇവരുടെ തൊഴിലെന്താണെന്ന് മനസ്സിലായി. മയക്കുമരുന്നിൻ ലോബിയാണ് മട്ടാഞ്ചേരി മാഫിയ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് ചില അജണ്ടകൾ, ചില പ്രൊപ്പഗൻഡകൾ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരുടെ സിനിമ. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന മലബാർ കലവ ആക്കുന്നതിന് വേണ്ടി വന്നത്. അത് ചർച്ചയായതുകൊണ്ടാണല്ലോ അതിനകത്തുനിന്ന് പുറയിൽ പോയത്. അതിന്റെ സിനിമ എടുക്കാൻ നിന്നതാരാ? ഇദ്ദേഹമാണ്. അപ്പം ഈ രീതിയിലുള്ള അജണ്ട ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഈ അജണ്ടയൊക്കെ പൊളിഞ്ഞ് അകത്ത് കയറിയപ്പോൾ പഴയ പോലെ അജണ്ട കൊണ്ടുപോകാൻ ഒക്കത്തില്ല ലക്ഷ്മി. ഇതിനകത്ത് ഈ അജണ്ട ഉണ്ടെന്ന് കണ്ട് അത് പൊളിക്കാൻ നിൽക്കുന്ന ആൾക്കാരും ശക്തവാ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞത്, പുറയിൽ ആരും കൂടണ്ട, ഒരു ഭാഗത്ത് മാത്രം ആ ധ്രുവീകരണം ഉണ്ട് എന്ന് വിചാരിച്ച രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട്. ഒരു ഭാഗത്തല്ല, അവൻ ധ്രുവീകരിച്ചപ്പോ മറ്റേ ഭാഗം ധ്രുവീകരിച്ചു. ഈ 10 പേര് ഒരിടത്ത് നിൽക്കുമ്പോൾ 2 പേര് ലക്ഷ്മിയും 2 പേരും അങ്ങോട്ട് മാറി നിന്നാൽ 2 ഗ്രൂപ്പായി. ലക്ഷ്മി മനഃപൂർവ്വം അല്ലാതെ മാറി നിന്നാൽ മതി. ഗ്രാജുവലി നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആവും. അതാ ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഈ നല്ല മുസ്ലിങ്ങളല്ല, ഞാൻ പറയുമ്പോൾ വിചാരിക്കും മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയുടെ ഭാഗമായിട്ടുള്ള ചില അജണ്ടകൾ വെച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് അവർ ഒന്നിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. ചിന്തിച്ച് ഇവർക്ക് അജണ്ടകൾ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അവരുടെ ഭാഗമല്ലാത്തവർ ഒന്നിക്കാൻ തുടങ്ങി. അവരൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഓട്ടോമാറ്റിക്കലി ഒരു വോട്ട് ബാങ്ക് ആയി. അവരുണ്ടാക്കിയതല്ല, ഇത് വേറെ ആരും വർക്ക് ചെയ്തതല്ല, അവരുണ്ടാക്കിയതല്ലേ. ബീഫിന്റെ വിഷയം വെച്ചിട്ട് ഹിന്ദുക്കളെ ഒന്നിപ്പിച്ച പോലെ. ഇവിടെ ക്രിസ്ത്യാനിയെക്കാട്ടും മുസ്ലിമിനെക്കാട്ടും ബീഫ് കഴിക്കുന്ന ഹിന്ദു ആയിരുന്നു. ബീഫിന്റെ വിഷയം വന്നു, ബുദ്ധിപരമായിട്ട് ഈ പറയുന്ന പോലെ BJP അങ്ങോട്ട് ഇട്ടുകൊടുത്തു. ബീഫ് അവരെ ഇവിടെ കിടന്നങ്ങോട്ട് കറങ്ങാൻ തുടങ്ങി. അവസാനം ബീഫ് പ്രശ്നമായി, പശുവിനെ കൊല്ലുന്നു. ഇത് ഇവിടുത്തെ കേരളത്തിലെ പോലും ഹിന്ദുക്കൾക്ക് അറിയത്തില്ലായിരുന്നു. അവനും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 2 കൈ കൊണ്ട് പാരിക്കൊണ്ടിരിക്കുന്നു. അവൻ തിന്നുന്നവനും പറഞ്ഞു ഇനി പശുവിനെ കൊല്ലാനൊക്കത്തില്ല, ബീഫ് അല്ലെങ്കിൽ പശു നമ്മുടെ ആളാ. ആ രീതിയിലുള്ള ഒരു ചരിത്രമുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ ഇവരുണ്ടാക്കുക. ഇതിനകത്ത് അജണ്ടകൾ അവര് പാസ്സാക്കി അല്ലെങ്കിൽ അവര് നടപ്പാക്കി, അവര് ധ്രുവീകരണം ഉണ്ടാക്കി ഇപ്പുറത്ത് കൃത്യമായിട്ടുള്ള ഒരു ധ്രുവീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹിന്ദുക്കളുടെ ധ്രുവീകരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകളുടെ ധ്രുവീകരണം കണ്ട് ഇപ്പുറത്തെ ധ്രുവീകരണം ഏതാണ്ട് 30% ആയിട്ടുള്ളൂ. അതൊരു 70% അല്ലെങ്കിൽ ഒരു 100-ലേക്കൊക്കെ പോയാൽ അങ്ങനെ പോവല്ലേന്നാണ് നമ്മൾ പറഞ്ഞത്. അത് വേറെ ലൈനിലേക്ക് പോകും. യുവന്മാരുടെ ലൈനിലേക്ക് ചിന്തിച്ചാൽ ബാക്കിയുള്ളവനെ അടിച്ച് നാട്ടിൽ നിന്ന് കളയും. ആ രീതിയിലേക്കൊന്നും പോവരുത്. സ്വബുദ്ധിയോടുകൂടി ഹിന്ദുക്കൾ അല്ലെങ്കിൽ ആ ധ്രുവീകരണം പോകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത്, ഇപ്പൊ ഈ പാവം പിടിച്ച ആശാവർക്കർമാരുടെ കൂടെ കൂടിയേക്കാം. നാളെ കാലത്ത് 2 വാർത്ത വന്നിട്ട് സിനിമ എന്തുവായാലും ഇല്ല, നാട്ടുകാർക്കൊന്നും വേണ്ട, എങ്ങും ഒരു ഉദ്ഘാടനത്തിനും വിളിക്കുന്നില്ല. തുണിക്കട, ഒരു ജൗളിക്കട ഉദ്ഘാടനത്തിന്, ഫോട്ടോ, ഒരു ജെട്ടിക്കട ഉദ്ഘാടനത്തിന് പോലും ഈ റീമാ കല്ലിങ്കലിനെ അല്ലെങ്കിൽ ഭർത്താവിനെ ആരും വിളിക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ഞാനിവിടെ ഉണ്ട്, ഞങ്ങൾ പണ്ടത്തെ നടിമാരാണ്, ഞങ്ങൾക്ക് പണിയൊന്നുമില്ലേ, ഇപ്പൊ ഇവിടോട്ട് വന്നു നിന്നാൽ മാധ്യമങ്ങൾ 10 പേര് കൂടും. അപ്പൊ ആ രീതിയിൽ വരാം. മറ്റേ ഈ പറഞ്ഞ കനി കുസൃതിയുടെ കൂടെ കണ്ട് അഭിനയിച്ച ഒരു സാധനം മറ്റേ സിനിമയ്ക്കകത്തൊന്നുമില്ല. അത് അവിടെ വന്നപ്പോ തൊട്ടേ ആ കൊച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദർശന വസ്തുവായിട്ട്, അതായത് അങ്ങനെയെങ്കിലും ഒന്ന് വരട്ടെ, ആ മാനസികാവസ്ഥകൾ. ഈ കനികുസൃതി അറിയാമല്ലോ, നമ്മുടെ മൈത്രേയന്റെ മോള. അത് ഒരു മത്തങ്ങ വായുവായിട്ടൊക്കെ പോയി വിവാദം. അത് മൈത്രേയനെ വിവാദമാണ്. ഈ പറയുന്നത് പോലെ ഈ ലോകത്തിന് നാശമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇവന്റെ അജണ്ടയും അല്ലെങ്കിൽ ഇവന്റെ പ്രൊപ്പഗൻഡയും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മുടെ ഒരു ടോക്കിനകത്ത് വന്നു, ഈ പറയുന്നതൊന്നും അല്ല മൈത്രേയൻ നല്ല ഒന്നാന്തര ഒരു ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ നമ്മുടെ ടോക്കിനകത്ത് പുള്ളിയെ വലിച്ചു വെച്ചൊക്കെ നമ്മൾ കണ്ട. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ന്യായമൊന്നുമല്ല ന്യായം. പുള്ളി പൈസ ഉണ്ടാക്കാൻ വേണ്ടി NGOs ഉണ്ട്, ആ NGOsന്റെ പുറയിലൊക്കെ വേറെ ആളുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ വളരെ കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. ഈ പറയുന്ന ന്യായമൊന്നുമല്ല. ഈ മൈത്രേയൻ പറയുന്ന ന്യായം നമ്മുടെ ഇവിടെ നടക്കത്തില്ല. മൈത്രേയൻ ന്യായത്തിലൊന്നും അല്ല ജീവിക്കുന്നത്. മൈത്രേയൻ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ മൈത്രേയന്റെ ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന കുറെ എണ്ണത്തിന് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും വണ്ടി വെള്ളവും ചെല്ലാത്ത വട്ടം വെള്ളമുള്ള ദ്വീപിലോ വല്ലതും കൊണ്ടിട്ട് അവിടെ കിടക്കുന്ന മുണ്ടും തുണി കൊടുക്കാതെ സംസ്കാരമൊന്നും ഇല്ലാതെ ആർക്കും ആരുടെ ഭാഗത്തും പിള്ളേരുണ്ടാവുന്നതിനും അല്ലെങ്കിൽ മോൻ അമ്മയെ കയറി പിടിക്കുന്നതും അച്ഛൻ മോളെ പിടിക്കുന്ന സംസ്കാരമല്ലയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൈത്രേയൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സംസ്കാരത്തിൽ തന്നെ വേറെ രാജ്യത്ത് കൊണ്ടുകൊണ്ടിട്ട് ഓരോ രാജ്യത്തിന് നിലനിൽപ്പ് ആ രാജ്യത്തിന്റെ സംസ്കാരം, ഒരു വ്യക്തിയുടെ നിലനിൽപ്പ് ആ വ്യക്തിയുടെ സംസ്കാരം, ഇതൊക്കെ പണ്ടുതൊട്ടേ ഉള്ള ആൾക്കാര് വളരെ കൃത്യമായിട്ട് രൂപപ്പെടുത്തിക്കൊണ്ട് വന്നത് ഒരു കൃത്യമായ സമൂഹവും ഒരു നല്ല സമൂഹമൊക്കെ ഉണ്ടാവാൻ വേണ്ടി. ഇതിനെയൊക്കെ പൊളിക്കാൻ നിൽക്കുന്ന ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശ ഫണ്ട് മേടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാ.
അല്ലാതെ ഇവന്റെ തലയ്ക്കകത്തൊന്നും തോന്നുന്നില്ല. ഇവന്റെ തലയ്ക്കകത്തുള്ളതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറ്റിച്ച് കാശ് മേടിച്ച് ജീവിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അപ്പൊ റീമ ഞാനീ പറഞ്ഞത് ഈ എന്തിനാ റീമയ്ക്ക് തൊഴിലാളി എന്തുവാന്നറിയാമോ? ഇവരുടെ സമരം എന്തുവാന്നറിയാമോ? സമരം പൊളിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഈ പറയുന്ന നമ്മൾ രാഷ്ട്രീയം പറയുന്ന ഈ പറയുന്ന ആശാ വർക്കർമാർക്ക് അവർക്ക് ചെയ്യുന്ന തൊഴിലിന് കൂലി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവർ സമരം ചെയ്യുന്നത് ന്യായമായിട്ടുണ്ടെങ്കിൽ ആ സമരത്തിന് കൂടെ നമ്മൾ നിൽക്കാം. പക്ഷെ ഇപ്പൊ ഈ സമരത്തിനെ പിന്തുണയ്ക്കുന്ന ആരാണ്? കോൺഗ്രസ് ആണ് പിന്തുണയ്ക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. എന്റെ പിന്നെ വാളണ്ടിയേഴ്സ് എന്ന ഇവരുടെ റെക്കോർഡ് ഇപ്പോഴും പാർലമെന്റിൽ പാസ്സാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം വാളണ്ടിയേഴ്സ്. വാളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളല്ല. അവർക്ക് നമ്മൾ വാളണ്ടിയേഴ്സിന് എന്തുവാ കൊടുക്കുന്നത്? ഒരു പൈസയും മേടിക്കാതെ ജോലി ലിസ്റ്റിനകത്തായി വാളണ്ടിയേഴ്സ് വരുന്നത്. അവർക്ക് തൊഴിലാളികളുടെ യാതൊരു ആനുകൂല്യം കിട്ടത്തില്ല. ഇത് ആരാ പാസ്സാക്കിയത്? ഈ പറഞ്ഞ VD സതീശന്റെ ഭാഗമായിട്ടിരിക്കുന്ന മൻമോഹൻ സിംഗ് ആണ് പാസ്സാക്കിയത്. അന്ന് അത് പാസ്സാക്കേണ്ട നിന്ന ഉമ്മൻചാണ്ടി അല്ലായിരുന്നു അന്ന് ഭരിച്ചത്. ഇപ്പൊ സമരം ചെയ്താൽ ഇത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം CPM-ന്റെ ഭാഗത്ത് നിൽപ്പുണ്ട് അപ്പുറത്ത്. ഈ പറയുന്ന ആശമാരെ 70% അവരുടെ ഭാഗത്താ. ഈ സമരം പൊളിച്ചു. മനസ്സിലായില്ലേ? അപ്പം സമരത്തിന്റെ ഈ പറയുന്ന മാധ്യമങ്ങൾ ഉയർത്തി കാണിക്കുന്ന പോലെ സമരമില്ല. നമ്മൾ കാണുന്നതല്ല ആശാ വർക്കേഴ്സ്. ആശാ വർക്കേഴ്സ് ഉണ്ട്. അതിന്റെ ഒരു 10% 5% പോലും വന്നിട്ടില്ല. അത് പോട്ടെ. നമ്മൾ ഈ പറയാൻ വന്നത് അപ്പൊ ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റീമ കല്ലിംഗ് നല്ല രസമായിരിക്കും കേട്ടോ. ഭയങ്കര വിജയമായിരിക്കും. കാരണം ഇവരുടെ തൊഴിലും ഇവരുടെ രീതികളും ഇവർ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തോട്ട് കയറി അതിനകത്ത് മാന്യമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്താൽ വീട് പുലർത്താൻ നിൽക്കുന്നവരെ കൂടെ ഇല്ലായ്മ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതായാലും പണിയൊന്നും ഇല്ലാത്ത സമയത്ത് ആശാ വർക്കർമാരുടെ കൂടെ കൂടി ഒരു വാളണ്ടിയർ ആയിട്ട് നാളെ കാലത്ത് എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ജീവിക്കാനുള്ള ആശയമായിട്ടാണോ ഇറങ്ങിയത് എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ റീമ കല്ലിംഗിനും കൂടെ കൂടിയതും കൊള്ളാം. രണ്ടും ഒരു നുകത്തെ വെച്ച് കെട്ടാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് എനിക്കിപ്പം തിരക്കിയപ്പോൾ ലക്ഷ്മിയുടെ ഒക്കെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായത്. അപ്പൊ അതങ്ങ് മുമ്പോട്ട് പോട്ടെ. അല്ലാതെ തൊഴിലാളിയെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ആശമാർഗയെ സംരക്ഷിക്കാനോ ഒന്നുമല്ല. എങ്ങനെയെങ്കിലും മാധ്യമത്തിൽ കാലങ്ങളായിട്ട് വരാതിരിക്കുന്ന മുഖം ഒന്ന് വന്നോട്ടെ എന്ന് കണ്ട് ഇറങ്ങിയതാണ്. അവർ വിചാരിക്കുന്ന ഈ ആശാ വർക്കർമാരുടെ ഈ സമരം, സെക്രട്ടേറിയറ്റിലെ സമരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ നാളെ അങ്ങ് കത്തിപ്പടരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കത്തിപ്പടരുമൊന്നുമില്ല. അത് അവർ തീ അണച്ച് അടുത്ത് കെടുത്തി. കാരണം അവരെ കത്തിക്കാനുള്ള സംവിധാനം ഒന്നും കോൺഗ്രസിനില്ല. കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആശാ വർക്കർമാരാണ്. പിന്നെ ഇതുവരെ കത്തിയതെന്ന് പറഞ്ഞാൽ ആ പാഹത്യങ്ങളുടെ സ്വയം കത്തലാ കത്തി. ഇനി അതിനെ പുറകെ നിന്ന് കത്തിക്കാനുള്ള പാർട്ടി അവരുടെ കൂടെ ഇല്ല. അത് CPM-ഓ BJP-യോ വല്ല ഉണ്ടാവണം. ഇത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടിരിക്കുന്ന സംഘടനയുടെ സമരമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് റീമയുടെ ഈ പറയുന്ന ഇതുവരെയുള്ള അജണ്ടകളും അല്ലെങ്കിൽ പ്രൊപ്പഗണ്ടകളും ഒക്കെ പൊളിഞ്ഞതുപോലെ ആശയുടെ പുറകെ പോയിട്ടുള്ള പ്രൊപ്പഗണ്ടയും അല്ലെങ്കിൽ ആശയുടെ പുറകെ പോകുന്ന ആശയും അറ്റുപോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കും.